ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ പിടി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാൻ മാവ് വാട്ടിയെടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എത്രയാണോ നമ്മൾ മാവ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം വെക്കാൻ. എന്നിട്ട് അല്പം ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമുക്ക് വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ എത്രയാണോ മാവ് എടുത്തത് അപ്പോൾ അത് കൊട്ടിയിട്ട് നമുക്ക് വാട്ടിയെടുക്കാം മാവ്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനൊന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം ഞാനത് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐസൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഐസൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചിടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് വാട്ടി വെച്ച മാവ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് കുഴച്ചെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നീളത്തിൽ നമ്മൾ ഉരുട്ടി എടുക്കണം കേട്ടോ. നമുക്ക് ബോൾസ് ആക്കിയിട്ട് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ ഉരുട്ടി എടുക്കണം. അതിന് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് നമുക്ക് ഉരുട്ടിയെടുത്താലും മതി. അപ്പം നമുക്ക് കയ്യിൽ ഒട്ടൂല. എന്നിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ടാണ് ഞാൻ ബോൾസ് ആക്കിയിട്ട് ഒരു കൈ കൊണ്ട് അതിലിങ്ങനെ കുത്തി കൊടുക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ ഒരു ചെറിയ പിടീൻ്റെ രൂപത്തിൽ കിട്ടും. അങ്ങനെ നമ്മൾ പിടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ പിടി ഒന്ന് ആവിക്ക് വെക്കണം. കുറച്ച് റിസ്ക്കാണ് കേട്ടോ ഈ പിടി ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ. അതിന് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് വേഗം കഴിയും. ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമുക്ക് പിടിയൊന്ന് ആവിക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആദ്യം ഇഞ്ചി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതുമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വണക്കിയെടുക്കാം. അതിലേക്ക് അല്പം ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മസാലയൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് മസാലയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് മസാല കുത്തിയിട്ട് പറഞ്ഞു വെച്ചാൽ ഈ പിടിക്ക് ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 ആൾക്കുള്ള പിടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാടൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ അധികം മസാലയൊന്നും കാണില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പിടി കഴിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ പിടി. എന്നിട്ട് അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പിടി ഇവിടെ ആവിയൊക്കെ വന്ന് നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിലേക്ക് അല്പം വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ ചിക്കന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ വേവിച്ചെടുത്ത പിടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് സിമ്മാക്കിയിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. ഒരുപാട് വേവിക്കാനൊന്നുമില്ല. എല്ലാം വെന്തതാണല്ലോ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് 2-3 തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു വെച്ചാൽ മാവ് ഉരുട്ടിയെടുക്കൽ മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം.